പത്തനംതിട്ട ചിറ്റാർ കുളങ്ങരവാലിയിൽ കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുകയാണ് 70ഓളം കുടുംബങ്ങൾ. നാട്ടുകാരുടെ പണം കൊണ്ട് പഞ്ചായത്ത് നിർമ്മിച്ച കുളത്തിൽ ആവശ്യത്തിന് കുടിവെള്ളം ഉണ്ടെന്നിരിക്കെയാണ് ഈ ഗതികേട്. നാട്ടുകാർ സ്വരൂപിച്ച പണം കൊണ്ട് നിർമ്മിച്ച വറ്റാത്ത കുളമാണ് ഈ കാണുന്നത്. കടുത്ത വേനലിൽ 70ഓളം കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള കുടിവെള്ളം ഈ കുളത്തിലുണ്ട്. കുടിവെള്ള വിതരണത്തിനായി 3 ടാങ്കുകളും പഞ്ചായത്ത് വാങ്ങിച്ചു. എന്നാൽ ഇതുവരെയും വെള്ളം എത്തിയില്ല. 2018 പ്രളയകാലത്ത് 2 പേരുടെ മരണത്തിനിടയാക്കുന്ന മഹാപ്രകൃതി ദുരന്തമുണ്ടായ പ്രദേശത്തോട് ഈ ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് കാണിക്കുന്ന കൊടിയ അവഗണനയാണ് ഇപ്പോൾ നടക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഒരു വീട്ടിൽ ശരാശരി 70,000 ലിറ്റർ കുടിവെള്ളം അവരടിച്ചിട്ടുണ്ട്. അവർ കൂലിവേല ചെയ്യുന്ന തുകയിൽ നിന്നും ഒരു ദിവസം കൂലിവേലയ്ക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് 950 രൂപയാണ്. ഇവിടെ 1000 ലിറ്റർ വെള്ളം പെട്ടുവണ്ടിയിൽ പിക്കപ്പിൽ അടിക്കുന്നതിന് 1000 രൂപയാണ്. 1 ലിറ്റർ വെള്ളത്തിന് 1 രൂപ നിരക്കിൽ പാവങ്ങൾ അവരുടെ ജീവിതമാർഗം മാറ്റിവെക്കുന്ന ഏറ്റവും ദുരിത നിറഞ്ഞ ഒരു സ്ഥിതിവിശേഷമാണ് ഈ നാട്ടിലുള്ളത്. പ്രദേശവാസിയായ രാജനാണ് നാടിനു വേണ്ടി കുളം നിർമ്മിക്കുന്നതിന് പഞ്ചായത്തിന് സ്ഥലം വിട്ടുകൊടുത്തത്. എന്നാൽ അതേ രാജനും പഞ്ചായത്തിന് മുന്നിൽ കുടിവെള്ള സമരത്തിലാണ്. എൻ്റെ സ്ഥലമാണ്. ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പർ പറഞ്ഞതനുസരിച്ച് 2015 അജയൻ എന്ന് പറയുന്ന വാർഡ് മെമ്പറായിരുന്നു. അന്ന് ഇടതുപക്ഷ ഭരണസമിതിയായിരുന്നു പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ അജയൻ എന്നെ സമീപിക്കുകയും എന്നാൽ ഇതുപോലൊരു ജനങ്ങൾക്ക് പ്രയോജനമാകും, താഴെ വാർഡിൽ ഉള്ള ഒരു 70 വീട്ടുകാർക്ക് വെള്ളം കൊടുക്കാൻ കഴിയും, അണ്ണനത് എഴുതി പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തിയാൽ. അപ്പം കുറച്ച് പൈസ എടുത്തുകൊണ്ട് ഞാൻ നാട്ടുകാർ പിരിച്ച പൈസ തന്നു. അപ്പം ഈ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തുകയും ഞാൻ പ്രമാണം എഴുതി കൊടുക്കുകയും ചെയ്തു 2 സെൻറ്റ് സ്ഥലം. കുടിവെള്ള പദ്ധതിക്കായി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ 20 ലക്ഷം രൂപ വീതം നൽകി. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 23 ലക്ഷം രൂപയും അനുവദിച്ചു. എന്നാൽ ഫണ്ട് വേണ്ട രീതിയിൽ വിനിയോഗിക്കുകയോ പദ്ധതി അതിന്റെ ലക്ഷ്യത്തിൽ എത്തിക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടിയാണ് അവർ കഴിയുന്നത്. അവിടുത്തെ അവളാണെങ്കിൽ ഇവിടെ താഴെ വന്ന വെള്ളം ചുമച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ കുറച്ച് പേർക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. ഇത് നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ്. വീട്ടിൽ വെള്ളം കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരുടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയത് കൊടുത്താൽ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കുടിവെള്ള പ്രശ്നത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പരിഹാരമായില്ലെങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.